ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് മുട്ട ചമ്മന്തി കൊണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 2 ഐറ്റംസ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 2 സ്നാക്കാണ്. റംസാൻ സ്പെഷ്യലാണ്, ഒരു ട്രഡീഷണലാണ്, ഒരു സൂപ്പർ ഐറ്റം കൂടിയാണ് ഇത്. ഇനി നമുക്കതിനായിട്ടുള്ളത് മുറി തേങ്ങയാണ് വേണ്ടത്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില. നിങ്ങൾക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. കറിവേപ്പിലെങ്കിൽ കറിവേപ്പില, മല്ലിയില. ഇനി നമുക്കതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക. എരിവ് കൂടുതലുള്ളതാണ് കൂടുതൽ രസം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടം, പുതിനയുടേതാണോ മല്ലിച്ചപ്പിൻ്റെതാണോ കറിവേപ്പിലയുടേതാണോ എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്നൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാതും അടിയിലിട്ടിട്ട് തേങ്ങ മേലെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഒരു ചെറിയ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 5 മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ കളഞ്ഞെടുക്കാം. എല്ലാ മുട്ടയും അതുപോലെ തൊലി കളഞ്ഞ് വെക്കാം. നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് ഒരു 8 മുട്ട വരെ നമുക്ക് ചെയ്യാവുന്നതാണ്, സ്നാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈ പുഴുങ്ങിയ മുട്ട നന്നായിട്ട് മുറിച്ച് വെക്കാം. ഞാനിപ്പോൾ നാടൻ മുട്ട എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് 4 കഷ്ണാക്കാനില്ല, ഞാൻ 2 പീസാക്കിയിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾ സാധാ മുട്ടയാണ് എടുക്കുന്നത്, കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 4 പീസാക്കാൻ പറ്റും. എല്ലാതും പീസാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. ഇനി ചമ്മന്തി നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കുക. നമ്മളെ മുളകും ഒന്നും അരയാതിരിക്കരുത്. അത് നന്നായിട്ട് അടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മുളകും അങ്ങനത്തതൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആ മുട്ടയുടെ ഉണ്ണിയൊന്ന് ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ചമ്മന്തി എന്നല്ല പറഞ്ഞത്, അപ്പോൾ ഇതിൽ ഉണ്ണി ചേർത്തിട്ടാണ് ഇതിൻ്റെ ഒന്ന് മുട്ട ചമ്മന്തി ആക്കുന്നത്. നമ്മളിപ്പോൾ മുറിച്ച നമ്മളെ ഈ പുഴുങ്ങി വെച്ച എല്ലാ മുട്ടയുടെയും ഉണ്ണി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് പാകത്തെ ഉപ്പാണ്. നമുക്ക് ഈ ഒരു ഉണ്ണി എടുത്ത ഗ്യാപ്പിലേക്ക് ഈ ഒരു ഇത് വെച്ച് കൊടുക്കാം, ചമ്മന്തി വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാ ഈ മുട്ടയും ഫില്ലാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ആ നന്നായിട്ടൊന്ന് ഉരുട്ടി ആ ഒരു ഇതിലെ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ പൊട്ടരുത്, നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോകരുത്. ഒരുപാട് വെച്ച് കൊടുക്കരുത്, പാകത്തിന് വെച്ച് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. എരിവുണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. എരിവ് കുറഞ്ഞു പോകരുത്. അങ്ങനെ എല്ലാത്തിലും വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും ചമ്മന്തി ബാക്കിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ബ്രെഡിൻ്റെ സ്ലൈസ് നമ്മളിങ്ങനെ കൈ കൊണ്ട് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്.
റംസാൻക്ക് അല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയത്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി ആ ചമ്മന്തിയും ഈ ബ്രെഡും കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും അത്. മാവ് പോലെ തന്നെ നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോളാക്കി എടുക്കാം. ഇതേപോലെ മുട്ട ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കിയാവുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു ഐറ്റം കൂടി ഉണ്ടാക്കി നമുക്ക് അടിപൊളിയായിട്ടുള്ള ആൾക്കാർക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്കത് പൊരിച്ചെടുക്കാനായിട്ട് 250 ml 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അല്പം ഉപ്പും കൂടി ചേർത്തെടുക്കാം, 1 സ്പൂണോളം. ഇനി അതിലേക്ക് 30 ഗ്രാം കടലപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. 1/2 സ്പൂണോളം കാശ്മീരി ചില്ലിയും. കടലപ്പൊടിയും അതുപോലെ മൈദയും കൂടി പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. കടലപ്പൊടി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഇത് മാവൊന്ന് ബാറ്ററൊന്ന് ഉണ്ടാക്കിയെടുക്കണം, മുക്കിയെടുക്കാനായിട്ട്. മാവ് ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ചട്ടിയൊക്കെ നല്ല ചൂടായതിനു ശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമുക്കൊന്ന് കവർ ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. പിന്നെ ചമ്മന്തി കാണാതെ ആ മുട്ട ചമ്മന്തി കാണാതെ തന്നെയാണ് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി കാണുമ്പോൾ എണ്ണയിലേക്ക് വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊന്ന് സൂക്ഷിക്കുക അത്. ഇതുപോലെ ചമ്മന്തി നന്നായിട്ട് മുട്ടയും കവർ ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗം വെന്തിട്ടുണ്ട്. അതുപോലെ എല്ലാം നമ്മൾ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചമ്മന്തി ബോൾ പൊരിച്ചെടുക്കാം. മുട്ട ചമ്മന്തി ബോൾ അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കവർ ചെയ്യാം, മാക്സിമം കവർ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റാം. അടിപൊളിയായിട്ടുള്ള 2 ഐറ്റമാണ്. റംസാൻ സ്പെഷ്യൽ ഐറ്റമാണ്. പണ്ട് മുതൽക്കേ ഉള്ളൊരു ഐറ്റമാണ്. ഈ ഒരു സ്നാക്കാണിത്. നമുക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന് ഉള്ളത്. ഈ ഒരു ചമ്മന്തിക്കായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ ചമ്മന്തിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു മുട്ടച്ചമ്മന്തി മുക്കി പൊരിച്ചത് നല്ല സൂപ്പറായിട്ടാണ്. എല്ലാവരും പണ്ട് കഴിച്ചിട്ടുള്ള അതേ ഒരു ട്രഡീഷണൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.